الحمدلله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وعلى آل سيدنا محمد വേദിയെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച സമസ്തകാല ജംഇയ്യത്തുൽ ഉലമയിലെയും പോഷക വിഭാഗങ്ങൾക്കും നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജബ്ബാർ ഹാജി ഉൾപ്പെടെ ഈ പ്രസ്ഥാന സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വളരെ ചുരുങ്ങിയ സമയം ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് നമ്മുടെ റബ്ബാണ് എന്നതാണ്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവാണ് എന്നതാണ്. ഒരു സാഹചര്യം കൊണ്ടും ഒരു സാധ്യത കൊണ്ടും ഒരാൾ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കാരണവുമില്ലെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ റബ്ബ് നരകത്തിലേക്ക് അയക്കുകയുള്ളൂ. ഹബീബായ ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹോദരിയുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന ഒരു സാഹചര്യം. ആ സഹോദരി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി നബിയോട് ചോദിച്ചു, നബിയെ, ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ? അള്ളാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് പറഞ്ഞൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉമ്മാക്കൊരു കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും ഒരു മനുഷ്യന് തന്റെ റബ്ബിനോട്, ഒരു അള്ളാഹുവിന് തന്റെ അടിമയോട് സ്നേഹമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ റസൂലെ? അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ശരിയാണ്. ഉടനെ പെണ്ണ് ചോദിച്ചു, നബിയെ, ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞിന്റെ ഉമ്മയാണ്. ഈ കുഞ്ഞിനെ ഈ അടുപ്പിലേക്ക് അറിയാൻ ഞാൻ താല്പര്യപ്പെടില്ലല്ലോ. എന്നാൽ ഒരു മകനെ ഉമ്മ സ്നേഹിക്കുന്നതിനേക്കാളും മനുഷ്യനെ സ്നേഹിക്കുന്ന അല്ലാഹു ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അറിയാൻ താല്പര്യം കാണിക്കുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോ ഹദീസിന്റെ കിതാബിൽ കാണാം, ഫബകാ റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പൊട്ടിക്കരഞ്ഞു. ശേഷം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ല പെണ്ണെ, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ തീയിലേക്കിടാൻ താല്പര്യം കാണിക്കില്ലെങ്കിൽ, സ്വന്തം പിറന്നു വീണ കുഞ്ഞിനെ ഉമ്മ തീയിലേക്കെറിയാൻ താല്പര്യം കാണിക്കില്ലെങ്കിൽ, അള്ളാഹു തന്റെ അടിമയെ തീയിലേക്കെറിയാൻ ഒരിക്കലും താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ ഒരാളെ ഒരു കാരണം കൊണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ലെങ്കിൽ ഒരാൾ നരകത്തിലേക്ക് പോകൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വല്ലാത്ത സ്നേഹവും കാരുണ്യവും തന്നവരാണ് നമ്മുടെ റബ്ബ്. നമ്മളൊക്കെ പലരും പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും, നമ്മുടെ കൽബിൽ എവിടെയോ ഒരു ചിന്ത, പകലിലൊക്കെ തെറ്റ് ചെയ്ത് രാത്രി വീട്ടിലേക്ക് കിടന്നുറങ്ങാൻ വേണ്ടി ചൊല്ലുന്ന വിരിപ്പിലേക്കൊന്ന് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആരോ വിളിച്ചു പറയും, എടാ, നിനക്കൊന്ന് നന്നായിക്കൂടെ, ഈ ചെയ്ത തെറ്റിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറിക്കൂടെ എന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നീ നന്നാവാൻ സാധ്യതയുള്ളവനാണ് എന്ന് മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ തെറ്റൊക്കെ ചെയ്യും, മനുഷ്യന്മാരെല്ലാവരും തെറ്റൊക്കെ ചെയ്യും, സ്വാഭാവികമാണ്. അതിന് ചില പ്രത്യേകമായ സാഹചര്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളും അതിലേക്ക് വന്നെത്താതിരിക്കാനുള്ള കാരണങ്ങളും ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ മനസ്സിൽ എവിടെയോ നിനക്കൊന്ന് നന്നാവണ്ടേ എന്ന് ചോദിക്കാൻ ആരോ ഉണ്ടെങ്കിൽ നീ നന്നാവാൻ സാധ്യതയുള്ളവനാണ് എന്ന് ദീന് പഠിപ്പിച്ചത്.
നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു വിഭാഗം ആളുകളുടെയും മനസ്സത് തന്നെയായിരിക്കും. എന്തൊക്കെ തെറ്റ് ചെയ്താലും രാത്രി ഉറങ്ങും മുമ്പെങ്കിലും മനസ്സ് പറയും, ഇതൊക്കെ ഒന്ന് നിർത്തി, ഈ തിന്മയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇനി ഒരു നല്ല ജീവിതം നയിച്ചുകൂടെ. പക്ഷെ അപ്പോൾ ഇബ്ലീസ് ഇടപെടുന്നതാണ് നമ്മുടെ പരാജയം. ഇത് നമ്മുടെ മനസ്സ് ചോദിക്കും. പക്ഷേ ഇവിടെ ഇബ്ലീസ് ഇടപെടും. ഇബ്ലീസ് ഒന്ന് പറയും, നന്നാവണം, പക്ഷെ ഇപ്പോൾ തുടങ്ങണ്ട, നാളെ സുബഹി നിസ്കരിച്ച് ആരംഭിക്കാം. ഇത് ഇബ്ലീസിന്റെ ഉപദേശമാണ്. നന്നാവണം എന്ന് പറഞ്ഞത് നമ്മുടെ ഖൽബിലുള്ള ഈമാനാണ്. ഇന്ന് തുടങ്ങണ്ട എന്ന് പറഞ്ഞത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ ആ ഉപദേശത്തെ മാത്രം പരാജയപ്പെടുത്താൻ നമുക്ക് സാധ്യമായാൽ ഒരു മുഅ്മിനിന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ വ്യാപകമായി അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. കാരണം മനുഷ്യൻ നന്നാവണമെന്നത്, മനുഷ്യൻ തൗബ ചെയ്യണമെന്നുള്ളത്, മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെന്നുള്ളത് അള്ളാഹുവിന്റെ താല്പര്യമാണ്. പതിനാ സമയമായാൽ റബ്ബിന്റെ പണി ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ടല്ലോ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ പോലും റിയാദുസ് സ്വാലിഹീനിലൂടെ ഓതുന്ന ഹദീസാണ് ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ. രാത്രി സമയമായാൽ റബ്ബ് കാത്തിരിക്കുന്നത് പകലിൽ തെറ്റ് ചെയ്ത മനുഷ്യന് മാപ്പ് കൊടുക്കാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിയതൂബ മുസീഅൻ നഹാർ. മനുഷ്യനാണെങ്കിലും ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ വേണ്ടി റബ്ബ് കാത്തിരിക്കുകയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാ നമ്മുടെ റബ്ബ്. നമ്മളൊന്ന് തെറ്റ് ചെയ്ത് പോയെങ്കിൽ, നമ്മളൊന്ന് തൗബ ചോദിച്ചാൽ ഉടനെ ഒന്ന് മാപ്പ് തരാമല്ലോ എന്ന് കരുതുന്നവരാ നമ്മുടെ റബ്ബ്. ഇനി രാത്രി ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറാകാതെ കിടന്നുറങ്ങി, സുബഹിന്റെ സമയം വരെ അവൻ തൗബ ചെയ്തില്ല. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങി വരും. ഹദീസിന്റെ കിതാബുകളിലുള്ളതാ. ഒന്നാം ആകാശത്ത് ഇറങ്ങി വന്ന് റബ്ബ് ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. മനുഷ്യരെ, നിങ്ങളാരോ മാപ്പ് ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ തയ്യാറാണെന്ന് റബ്ബ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ ശരിക്കൊന്ന് സങ്കല്പിച്ചു നോക്കും. സത്യത്തിൽ ഉടമസ്ഥനാണ് റബ്ബ്, യജമാനനാണ് റബ്ബ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച് എല്ലാം നമുക്ക് തന്നത് അള്ളാഹുവാണ്. ആ റബ്ബ് നമ്മോട് നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പ് തരാമെന്ന് പറയുന്നത് എന്തിനാ? മനുഷ്യൻ രക്ഷപ്പെടണമെന്നുള്ള റബ്ബിന്റെ താല്പര്യം കൊണ്ടാണ്. ഹദീസുകളിൽ കാണാം, ഈ അങ്ങനെ ഒന്നും ഒരാൾ തൗബ ചോദിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറായില്ലെങ്കിലോ അള്ളാഹു അവൻ അവസരം കൊടുത്തു, ഇനി അവൻ നരകത്തിലേക്ക് പോകട്ടെ എന്ന് പറയാൻ തയ്യാറില്ലല്ലോ. സുബഹി നിസ്കരിച്ച ഉടനെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അമലുകൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? പള്ളിയിലേക്ക് കയറുന്ന അവിടെ ഒരു ബോർഡുണ്ടാകും. ചില പള്ളികളിലൊക്കെ ഒരു ബോർഡ് തൂക്കി വെച്ചിട്ടുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകളുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടൊരു ബോർഡ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്ത്. ഇതിന്റെ പ്രാധാന്യം മുതഅല്ലിമീങ്ങളൊക്കെ കിതാബിൽ ഓതിപ്പഠിച്ചതാണ്. അതൊരു മനുഷ്യൻ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾക്ക് അല്ലാഹ് ഡ്യൂട്ടി കൊടുക്കുകയാണ്. എന്താ ഡ്യൂട്ടി? വായക്കാട് ഇന്നാലൊരു മനുഷ്യണ്ട്, അയാൾ ഈ ആയത്ത് ഓതിയിട്ടുണ്ട്, അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചോളൂ. ഏതുപോലെ മരിച്ച വീട്ടിൽ ചിലപ്പോൾ മക്കൾ ഓതാൻ തയ്യാറില്ലെങ്കിൽ മുതഅല്ലിമീങ്ങളെ വിളിച്ചു കൊണ്ടുപോയി ഓതിപ്പിക്കാറുണ്ട്. എന്നതുപോലെ നമ്മൾ നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ തയ്യാറില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി മാപ്പ് ചോദിപ്പിക്കാൻ അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഹദീസിലെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും ഒരാൾ ഇതിന് റെഡിയല്ലെങ്കിലോ അള്ളാഹു അവനെ എന്നാലും കൈവിടില്ല. അള്ളാഹു എന്നാലും കൈവിടില്ല. അള്ളാഹു തആല വീണ്ടും മാർഗം നിശ്ചയിച്ചു. ഇന്ന മിനസ് ദുനൂബി ദുനൂബ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മനുഷ്യൻ ഇങ്ങനെയൊന്നും അള്ളാഹുവിലേക്ക് അടുക്കാൻ തയ്യാറില്ലെങ്കിലും അള്ളാഹ് അവനെ ഇനി നീ നരകത്തിലേക്കെന്ന് പറയാൻ തയ്യാറില്ല മുഅ്മിനെ. റബ്ബ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഇന്ന മിനസ് ദുനൂബി ദുനൂബ.
ലാ യുഗ്ഫിറുഹാ ഇല്ലാ ഹമ്മുൽ മഈശ. ചില ദോഷങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ വേണ്ടി നമുക്ക് അള്ളാഹു തആല റിസ്ക് അല്ലാഹു പിടിച്ചു വെക്കും. സമ്പത്തിൽ അള്ളാഹു കുറവ് വരുത്തും, സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്തും. പ്രയാസം കൊണ്ട് നമ്മൾ അള്ളാഹ് എന്ന് മനസ്സറിഞ്ഞെന്ന് വിളിക്കുന്നത് നമുക്ക് ദോഷങ്ങൾ പുറത്തു തരാൻ അള്ളാഹ് ഒരു നിമിത്തമായി സ്വീകരിക്കുമെന്നാണ്. ഇതിലും ഒരാൾ തയ്യാറില്ലെങ്കിൽ ഇമാം ഷീലാനി തങ്ങൾ വിശദീകരിച്ചതാണ്. ഇങ്ങനെയൊന്നും ഒരാൾ തയ്യാറില്ലെങ്കിൽ പോലും അയാൾ മരിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു അവന് ചില രോഗങ്ങളെ കൊടുക്കും. എന്തിനാ രോഗം കൊടുക്കുന്നത്? ദോഷങ്ങൾ പുറത്തു കൊടുക്കാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും തന്നാലും ഞാൻ അള്ളാഹിനെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല എന്നൊരാൾ പറയുമെങ്കിൽ അവിടെ അള്ളാഹ് പിടിക്കും, അവനാണ് നരകത്തിലേക്ക് പോകുക. അള്ളാഹു ഒരുപാട് സാധ്യതകളെ തുറന്നു തന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അൽ-ബഖറ സൂറത്തിൽ കൊടുക്കാത്ത കൂലി ഖുൽ ഹുവല്ലാഹു അഹദിന് കൊടുത്തവനല്ലേ നമ്മുടെ അള്ളാഹു. എന്തിനാ ഇങ്ങനെ നിശ്ചയിച്ചത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സുലുസുൽ ഖുർആന, 3 തവണ ഓതിയവന് ഖുർആൻ ഖത്മ തീർത്ത പ്രതിഫലമാ. അൽ-ബഖറയ്ക്ക് കൂലി പറഞ്ഞില്ലല്ലോ, ആൽ-ഇംറാനിന് തതുല്യമായ കൂലി പറഞ്ഞില്ലല്ലോ, നിസാ സൂറത്തിന് പറഞ്ഞില്ലല്ലോ. എന്തിനാ ഇഖ്ലാസ് സൂറത്തിന് പറഞ്ഞത്? മുഅ്മിനീങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ അമലുകൾ അല്ലാഹു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണമായി സ്വീകരിക്കാനാ. ഒരു പെണ്ണ് പണ്ട് നായക്ക് വെള്ളം കൊടുത്തു. ആ പെണ്ണ് ജീവിതത്തിൽ കാര്യമായി അമലൊന്നും ചെയ്യാത്ത പെണ്ണായിട്ട് പോലും ദാഹിച്ചു വലഞ്ഞ പെണ്ണിന്, നായക്ക് വെള്ളം കൊടുത്ത പെണ്ണിന് അല്ലാഹ് സ്വർഗം കൊടുത്തില്ലേ? ഇതാണ് നമ്മുടെ റബ്ബ് മുഅ്മിന്. ഈ അല്ലാഹനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സെക്കൻഡിൽ മനുഷ്യന്റെ ബോഡിയിൽ 1400 റഹ്മത്ത് തരുന്നവനാണ് അല്ലാഹു. ബയോളജി പഠിച്ച കുട്ടികൾക്കറിയാം, മിനിമം ഒരു സെക്കൻഡിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 1400 ശരീരഭാഗങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? ഒരു സെക്കൻഡിൽ റബ്ബ് തരുന്ന നിഅമത്തിന്റെ മിനിമം അളവ് 1400 റഹ്മത്താൻ. ഇത് തരാത്ത ഒരു സെക്കൻഡ് നമ്മുടെ ആയുസ്സിലില്ല. 1400 റഹ്മത്ത് തന്നുകൊണ്ടിരിക്കെ റബ്ബ് മറ്റെന്തെങ്കിലും ഒന്ന് വിധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഖൈറിനായിരിക്കും. ചിലപ്പോൾ അത് രോഗമായി അനുഭവപ്പെടും, ചിലപ്പോൾ അത് ആരോഗ്യമായി അനുഭവപ്പെടും, ചിലപ്പോൾ അത് സന്തോഷമായി അനുഭവപ്പെടും, ചിലപ്പോൾ അത് ദുഃഖമായി അനുഭവപ്പെടും. പക്ഷേ റബ്ബ് എന്താണോ നിനക്ക് തന്നത് അത് നിനക്ക് ഖൈറാൻ. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം സഹോദരങ്ങളെ, ഖുദ്സിയായ ഹദീസിൽ റബ്ബ് പഠിപ്പിക്കുകയാ, ഇന്ന മിൻ ഇബാദി, അല്ലാഹ് പറയുകയാണ്, ഇന്ന മിൻ ഇബാദി, എന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, ലാ യുസ്ലഹു ഇല്ലൽ ഗിന, അവന് സമ്പത്ത്, അവന് ഐശ്വര്യമാണ് ഏറ്റവും യോജിക്കുക, ഐശ്വര്യമല്ലാത്ത ഒന്നവനോട് യോജിക്കുകയില്ല. വലൗ അഫ്ഖർതുഹു ലഅഫ്തഅഫ്സതു അലൈഹി ദീന, ഞാൻ അവന് ദാരിദ്ര്യം കൊടുത്താൽ ഞാൻ അവന്റെ ദീന് നശിക്കാൻ കാരണക്കാരനായി മാറുമല്ലോ. വഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ലൽ ഫഖർ, ചില ആളുകളെ പരലോകം രക്ഷപ്പെടാൻ ദുനിയാവിൽ ദാരിദ്ര്യമാണ് ഏറ്റവും യോജിക്കുക. വഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഇല്ലൽ ഫഖർ വലൗ അഗ്നൈതുഹു ലഅഫ്സതു അലൈഹി ദീനഹു, ഞാൻ അവനെ സമ്പന്നനാക്കിയാൽ അവൻ ആ സമ്പത്ത് കൊണ്ട് അവന്റെ ദീനിനെ നശിപ്പിച്ച് പരലോകത്ത് പരാജയം വാങ്ങുമെന്ന് അല്ലാഹു പഠിപ്പിച്ചതായി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഹദീസിന്റെ സന്ദേശം? മുഅ്മിനീങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കുക. അതൊരു വലിയ വഅദിന്റെ സദസ്സല്ല, ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പിരിയാനുള്ള സദസ്സാണ്. ഒരാൾക്ക് ദാരിദ്ര്യം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ആഖിറം രക്ഷപ്പെടാനാണ്. ഇനി നിനക്ക് അല്ലാഹു സമ്പത്ത് തന്നെങ്കിൽ അത് കിട്ടിയവന് അത് അവന്റെ ആഖിറം രക്ഷപ്പെടാനുള്ള വഴിയ. അതിൽ പിന്നെ ക്രയവിക്രയങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. റബ്ബ് എന്താണോ നിനക്ക് തന്നത് അത് നിനക്ക് ഏറ്റവും യോജിച്ചതും നിനക്ക് ഏറ്റവും ഖൈറുള്ളതുമാ, അതിന് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ല. എന്ത് അല്ലാഹു തന്നോ അൽഹംദുലില്ലാഹ്, മറ്റൊന്നും ചിന്തിക്കരുത്. കാരണം അല്ലാഹുവാണ് തന്നത്. ഒരു സെക്കൻഡിൽ 1400 റഹ്മത്ത് തരാതെ ജീവിതത്തിൽ നിനക്ക് ഒരു സെക്കൻഡ് ഇരിക്കാൻ കഴിയില്ല മുഅ്മിനെ. 1400 റഹ്മത്ത് അല്ലാഹു തരുന്ന സെക്കൻഡിൽ എങ്ങനെയാ നിന്നിലേക്ക് അല്ലാഹു അസാബിന്റെ നോട്ടം നോക്കുക. അല്ലാഹ് ഇത്ര 1000 മിനിമമാണ് പറഞ്ഞത്. 1400 റഹ്മത്ത് അല്ലാഹ് നിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ തരുമ്പോ ആ സെക്കൻഡിൽ റബ്ബ് എങ്ങനെ ശിക്ഷ തരാൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ അല്ലാഹു എങ്ങനെ ആഗ്രഹിക്കും?
ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല, ഇന്നല്ലാഹ ലാ യഖ്ളീ ലിൽ മുഅ്മിനി ഇല്ലാ കാന ഖൈറൻ ലഹു. ഒരു മുഅ്മിനെ അല്ലാഹു എന്താണോ വിധിക്കുക അതവന് ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എന്താണോ വിധിക്കുക അതാണ് ഖൈറ്. അപ്പോൾ ചിലപ്പോൾ വേദനയായിരിക്കും ദുനിയാവിൽ വരിക, അത് ഖൈറാണ്. സമ്പത്തില്ലാതെ പ്രയാസപ്പെടും, അത് ഖൈറ് തന്നെയാ. പ്രയാസം വന്നാലും സന്തോഷം തന്നാലും അൽഹംദുലില്ലാഹ്, അല്ലാഹ് എന്താണോ തന്നത് അതാണ് നമുക്ക് ഖൈറ്. ഖുർആനിൽ ഒരു ആയത്തിൽ ഇങ്ങനെ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട്, അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. അല്ലാഹു പറഞ്ഞത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. നിങ്ങൾ ചില കാര്യങ്ങൾ വെറുക്കും, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. നല്ല അസുഖങ്ങൾ വന്ന്, വാപ്പാക്ക് നല്ല അസുഖമാണ്. പള്ളിയിൽ ഉസ്താദ് ചോദിക്കുക, എന്താടാ വാപ്പാന്റെ അവസ്ഥ? സാധാരണ മക്കളൊക്കെ പറയാ, ഒന്നും സംഭവിച്ചിട്ടില്ല, രണ്ടാലൊന്ന് സംഭവിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേന്നാ. അങ്ങനെ പറയല്ല മുഅ്മിനെ. പ്രയാസം തന്നോ, അല്ലാഹു ഇപ്പൊ എന്നൊന്നും കാണൂലല്ലോ, അല്ലാഹു അവരൊക്കെയല്ലേ കാണുള്ളൂ എന്ന് പറയല്ലേ. നിനക്ക് റബ്ബ് തന്നത് നിന്റെ ഖൈറിന് വേണ്ടിയാണ്. ഒരു ദിവസം ഒരു സഹാബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മാത്തബിൽ ഫുലാൻ ബിൻ ഫുലാൻ, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നാലിന മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇന്നാലിന മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇമാം തിർമിദി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നബിയേ, ഇന്നാലിനാൾ വഫാത്തായി പോയി, അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്, ഒരു ദിവസം പോലും രോഗിയായി കിടക്കാതെ മരണപ്പെട്ടു പോയവരാ. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയണ്ട, രോഗം ലഭിക്കാതെ മരിച്ചു എന്നതിനെ മാത്രം ഖൈറായി കാണണ്ട. അല്ലാഹു ഒരു മനുഷ്യന് രോഗം കൊടുക്കുന്നുവെങ്കിൽ അതവന്റെ ദോഷം പുറത്തു കൊടുക്കാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുനിയാവിൽ ടെൻഷനോടുകൂടെ ഒരു സെക്കൻഡ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് പാപം പൊറുക്കപ്പെടാനുള്ള കാരണം. പ്പെട്ടവർക്ക് ശരീരത്തിന് അസുഖമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ രോഗമുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാഹ്, അതൊരു മുഅ്മിനിന്റെ മനസ്സാണ്. ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുക അല്ലാഹു എന്ത് തന്നാലും അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ, റബ്ബ് എന്താണോ തന്നത് അതിന് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നവരാണെന്ന് ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല. ഈ റബ്ബിനെ, ആ മുഅ്മിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെന്ത് ചോദിച്ചാലും തരാൻ തയ്യാറുള്ള റബ്ബ്, നമ്മളെന്ത് ചോദിക്കാതിരുന്നാലും നമുക്ക് നിഅമത്ത് തരാൻ മടി കാണിക്കാത്ത റബ്ബ്, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നിഅമത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഈ സെക്കൻഡ് വരെ ലഭ്യമായ അനുഗ്രഹങ്ങളും ഇവനൊരു പേജിൽ എഴുതിയിട്ട് നമ്മൾ ചോദിച്ചിട്ട് ലഭിച്ചതും ചോദിക്കാതിരുന്നിട്ട് ലഭിച്ചതും ഒന്ന് എണ്ണി നോക്ക്. ഒരു സംശയമില്ല, ചോദിച്ച് ലഭിച്ച നിഅമത്തിന്റെ 10 ഇരട്ടിയല്ല 10,000 ഇരട്ടി ചോദിക്കാതെ കിട്ടിയ നിഅമത്തായിരിക്കും. ഇവരാ നമ്മുടെ റബ്ബ്, കണ്ടറിഞ്ഞെല്ലാം തരുന്നവൻ. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് തരുന്നവൻ എന്നാണ്. എന്താണോ നമുക്ക് ആവശ്യം അത് അല്ലാഹുവിനറിയാം. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നമുക്ക് ഖൈർ ഏതാണ് എന്ന് കാര്യമായി അറിയുന്നവൻ റബ്ബാണ്, ഞങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ദുനിയാവിൽ ചില പ്രയാസങ്ങൾ ഖൈറായി അനുഭവപ്പെടുന്നത് ആഖിറത്തിൽ ഉപകാരത്തിന് വേണ്ടി അല്ലാഹു നിശ്ചയിക്കുന്നതാ. അതിനാരും സങ്കടപ്പെടരുത്, അതിനാരും പ്രയാസമായി തോന്നരുത്. എന്ത് റബ്ബ് തന്നോ അതിന് അൽഹംദുലില്ലാഹ് ചൊല്ലണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോകത്ത് ചില ആളുകൾ വരും, അവരെ കൈവിരലിന് ചെറിയ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ദുനിയാവിൽ വെച്ച് ചെറിയൊരു മുറിവ്, കൈവിരലിനൊരു മുറിവ്, ആ മുറിവ് കാരണം അല്ലാഹു അവനെ മാപ്പ് കൊടുക്കുന്നത് കാണുമ്പോ ദുനിയാവിൽ ഒരു പ്രയാസവും അനുഭവിക്കാത്തവൻ റബ്ബിനോട് ചോദിക്കും, റബ്ബേ, ദുനിയാവിൽ എനിക്കൊരു ചെറിയ മുറിവ് തന്നിട്ട് എനിക്ക് ഇങ്ങനെ മഗ്ഫിറത്ത് തന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ടെൻഷനൊന്നും ആരും പ്രയാസമായി എടുക്കണ്ട. ചെറിയ മുറിവ് മഗ്ഫിറത്തിന്റെ കാരണമായി കാണുമെങ്കിൽ ഈ റബ്ബിനെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലാ
എങ്ങനെ മനസ്സിലാക്കിയാലാ ആ വാത്സല്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിച്ചാലാ തീരുക? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടുവരുന്ന വലിയ സവാബുള്ള എല്ലാ അമലും ഒന്ന് പഠിച്ചു നോക്ക്. അപ്പോൾ റബ്ബിന്റെ സ്നേഹം നമുക്ക് ബോധ്യമാകും. നിങ്ങളിങ്ങനെ പള്ളിയിലേക്ക് വുളൂ ചെയ്ത് ഇങ്ങനെ കയറുന്നിടത്തൊരു ബോർഡുണ്ടാവും. ഇവിടുത്തെ പള്ളിയിലും ഇല്ലേ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന എന്നൊരു ബോർഡ് ഇല്ലേ? ആ ബോർഡിന്റെ താഴെ ഒരു 2 വരി എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പതിവാക്കുന്നവന് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ അല്ലാഹു പെർമിഷൻ നൽകുമെന്ന്. എന്താണ് സംഭവം? നമ്മൾ ആകെ ചെയ്യുന്ന പണി എന്താ? ഒരു 15 സെക്കൻഡ് നേരം അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് പറയുന്ന സിമ്പിളായ ഒരു ദുആ. ഇതിന് റബ്ബ് വരുന്നതോ? ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ എങ്ങനെ അഡ്ജസ്റ്റ് ആവുക? സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹ് പ്രത്യേകമായി കൊടുക്കുന്ന പദവിയാണ് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പോകാനുള്ള പെർമിഷൻ. അതേ പെർമിഷൻ നമുക്ക് അല്ലാഹു തരാൻ ഉദ്ദേശിച്ചപ്പോൾ റബ്ബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹബീബായ നബി തങ്ങളെ സമീപത്തേക്ക് അയച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്. സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന പദവി നമുക്ക് തരാൻ അല്ലാഹ് ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു നിശ്ചയിച്ച മാർഗം ബദറിലും ഉഹദിലും ഖന്തക്കിലും സിദ്ദീഖ് തങ്ങൾ പങ്കെടുത്ത പോലെ പങ്കെടുത്ത് പ്രയാസപ്പെടണമെന്നല്ല. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന് വേണ്ടി മലയുടെ മുകളിലേക്ക് കയറിപ്പോയപ്പോ അവരോടൊപ്പം പോയി പ്രയാസം സഹിച്ച് പാമ്പ് കടിയേറ്റപ്പോൾ പോലും ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിക്കാതെ നബി തങ്ങളെ പ്രയാസപ്പെടുത്താതെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിതത്തിൽ ഏറ്റവും അധികം നബി തങ്ങളെ സ്നേഹിച്ച മഹാനല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹ് എന്ത് പദവിയാണോ കൊടുക്കുന്നത്, പ്രത്യേകമായി നിർണയിച്ച പദവി, അതേ പദവി നമുക്ക് തരാൻ അല്ലാഹ് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹു നിശ്ചയിച്ച മാർഗം 15 സെക്കൻഡ് നേരത്തെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ആ റബ്ബ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനല്ലേ താല്പര്യപ്പെടും. അല്ലാഹു നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതല്ലേ. ഈ റബ്ബിനെ മുഅ്മിനെ നമ്മൾ നന്നായി ഉൾക്കൊള്ളും. ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന റബ്ബ് ജീവിതത്തിൽ എന്ത് തന്നാലും നമ്മൾ പ്രയാസമായി തോന്നരുത്. എന്നാലും ചില ആളുകൾക്ക് തോന്നും, എന്നാലും ദുന്യാവിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, ഖൈറാണെന്നൊക്കെ പറഞ്ഞാലും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പലരും ചിന്തിക്കും. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ചിന്ത കൊണ്ടുവന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം നമ്മൾ അനുഭവിച്ചെങ്കിൽ അതുണ്ടാകാനുള്ള കാരണം നമ്മുടെ ചിന്തയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിച്ചല്ലോ, അന ഇൻദ വന്നി അബ്ദി ബി, എന്റെ അടിമയെന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചോ ഞാൻ അതാണ് അവനെ വിധിക്കുകയെന്ന് അല്ലാഹ് പഠിപ്പിച്ചതായി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമ മനുഷ്യൻ അല്ലാഹനെ കുറിച്ച് എന്ത് ചിന്തിച്ചോ അതേ റബ്ബ് തരൂ. ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണല്ലോ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ ജ്യേഷ്ഠനുജന്മാർ ഒരു ദിവസം യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയെ, ഞങ്ങൾ ആടിനെ മേക്കാൻ പോവാണ്, യൂസുഫ് എന്ന മകനെയും കൂട്ടി പോകട്ടെയോ? യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അഖാഫു അൻ യഅകുലഹു ദിഅബ് വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ അശ്രദ്ധരായിരിക്കെ ഈ കുട്ടിയെ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ യാക്കൂബ് അലൈഹിസ്സലാം ഇത് പറഞ്ഞ് കുട്ടിയെ അയച്ചു. അന്ന് കുട്ടിയെ നഷ്ടപ്പെടും ചെയ്തു. പിന്നെ 7 വർഷം കഴിഞ്ഞിട്ട് രണ്ടുപേരും കണ്ടുമുട്ടുന്നത് വിശാലമായ ചരിത്രമാണ്. ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രം എല്ലാവർക്കും അറിയാം. 7 വർഷം കഴിഞ്ഞ് കണ്ടുമുട്ടിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, അല്ല യാക്കൂബ് നബിയെ, എന്താ നിങ്ങൾക്ക് ഈ കുട്ടിയെ നഷ്ടപ്പെടാനുണ്ടായ കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല. എന്നാൽ അതിന്റെ കാരണം, ഈ കുട്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ഈ കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടുമെന്നല്ലേ? അങ്ങനെ പറയരുതായിരുന്നു. ഈ കുട്ടിയെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്ന പണി അല്ലാഹ് ഏറ്റെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ കുറെ സംഭവം ഉണ്ടാവും. കിതാബ് ഓതുന്ന കുട്ടികള് മന്ദിക്ക് ഇങ്ങനെ ഓതാൻ തുടങ്ങുവാൻ പറയും, ഇതൊന്നും ഇപ്പൊ എന്റെ തലേ കയറൂല എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ മന്ദിക്ക് തലേ കയറൂല. മദ്രസയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സിന്റെ പുസ്തകം മുമ്പിൽ വെക്കും.
എന്നിട്ടിങ്ങനെ നമ്മൾ തന്നെ നമ്മൾ തീരുമാനം പറയും, ഇതൊന്നും ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ 25 വയസ്സായി ബിസിനസ് ചെയ്യുമ്പോൾ കണക്കൂട്ടിയാലും കണക്ക് തെറ്റിയിരിക്കും. കാരണം ആ പറഞ്ഞതിനൊരു ഇന്റേണൽ മീനിങ് ഉണ്ട്, ഒരു ആന്തരികമായ അർത്ഥമുണ്ട്. അതെന്താ? ഇതൊക്കെ തരാൻ പവറുള്ള റബ്ബ് ഇതെനിക്ക് തരൂല എന്നാണ്. തിരിച്ചാ ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് അല്ലാഹു ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് തരുമെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു അതിനുള്ള വഴി എളുപ്പമാക്കും. ഒരു അഅറാബി ഒരു ദിവസം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയേ നബിയെ പരലോകത്ത് തന്നെ ഹിസാബ് ചെയ്യുന്നതാരാണ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അല്ലാഹ്. അഅറാബി വീണ്ടും ചോദിച്ചു, ഹുവ ബിനഫ്സിഹി യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹു തന്നെയാണോ ചെയ്യുന്നത്, അതോ എന്നെ ഹിസാബ് ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കുമോ? ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ അവിടുത്തെ ഹിയയിൽ ബാബു റജായിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ള തന്നെയാണോ ഹിസാബ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോഴും അള്ളാന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ അള്ളാഹു തന്നെയാണ് ഹിസാബ് ചെയ്യുക. അപ്പോൾ ആ അഅറാബി പൊട്ടിച്ചിരിച്ചു. നബി തങ്ങൾ ചോദിച്ചു, ബിമളഹിത, എന്തിനാ ചിരിക്കുന്നത്? അവര് പറഞ്ഞു, ഇന്നൽ കരീമ ഇദാ ഖദ്ദറഅത, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഇന്നൽ കരീമ ഇദാ ഖദ്ദറഅത, എന്റെ റബ്ബ് സ്നേഹനിധിയാണ്, കാരുണ്യവാനാണ്. ആ റബ്ബ് എന്നെ ചോദ്യം ചെയ്താൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അഅറാബി പറഞ്ഞപ്പോൾ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ സദസ്സ് പിരിഞ്ഞത്. അയാൾ സ്വർഗാവകാശിയാകാനുള്ള കാരണം എന്താ? റബ്ബിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചതാണ്. ഈ ചിന്തയാ നമുക്കും വേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തമൂതുന്ന അഹദുകും ഇല്ലാ വഹുവ യഹ്സിനു ദന്ന ബില്ലാഹ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചേ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ. ഒരാൾ മരിക്കുമ്പോൾ അയാളെ കൽബിലെ റബ്ബാണ് വരുമെങ്കിൽ അയാൾ സ്വർഗത്തിൽ തന്നെയാണ്. എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ച് മരിച്ചാൽ അയാൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ നബി തങ്ങൾ ഹദീസ് വിശദീകരിച്ച് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും, അത് ആ സമയത്ത് അങ്ങ് ചിന്തിച്ചാൽ മതിയല്ലോ, അതുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനെ കഴിയൂല. ഒരു മനുഷ്യന് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ഉണ്ട്. മരിക്കുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അൺകോൺഷ്യസ് മൈൻഡ് മാത്രം വർക്ക് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ കൂടുതൽ ചിന്തിച്ചതേ ആ സമയത്ത് ഓർമ്മ വരൂ. കാമുകിയെ കൊണ്ടു നടന്നൊരു ചെറുപ്പക്കാരൻ കാമുകിയുടെ പേര് പറഞ്ഞ് മരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. മിംസ് ഹോസ്പിറ്റലിൽ വെച്ച്, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് കാമുകിയെ കൊണ്ടു നടന്നൊരു ചെറുപ്പക്കാരൻ കാമുകിയുടെ പേര് പറഞ്ഞ് മരിക്കുന്നത്. സിനിമാ നടനായ പ്രേം നസീർ മരിച്ചത് മനോരമ പത്രയിലെ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ കൽബിൽ കൂടുതൽ ചിന്തിച്ചത് മരിക്കുമ്പോൾ പറയും. ചില ആളുകൾ മരിക്കാൻ നേരത്ത് പറയാന്താ, മോന് സ്വത്തിന്റെ ഇത്ര ഭാഗം കൊടുക്കണം കേട്ടോ, അത് പറയുമ്പോഴേക്ക് അവരെ മരിക്കലും കഴിയും. എന്താ കാരണം? അവർ ദുന്യാവിൽ ആകെ ചിന്തിച്ചത് അവരെ പറമ്പും അവരെ കൈക്കോട്ടത്തിലും അവരുടെ കൃഷി ഉണ്ടാക്കലും മാത്രമായിരിക്കും. കൽബിൽ വലുതുറപ്പാവണം, ചിന്തയിൽ വലുത് അല്ലാഹു ആവണം. എല്ലാത്തിനേക്കാളും കൂടുതൽ നാവ് കൊണ്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം. എന്നാലേ രക്ഷയുള്ളൂ. ഒരു മനുഷ്യൻ ഖൽബ് കൊണ്ട് കൂടുതൽ ചിന്തിച്ചത് ചിന്തിച്ചേ പറയൂ, കൂടുതൽ പ്രവർത്തിച്ചത് പ്രവർത്തിച്ചുകൊണ്ടേ മരിക്കൂ. യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി, മരണത്തെ നിർണയിക്കുന്നത് ജീവിതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യപാനികളുടെ കണക്ക് പറയുമ്പോൾ നമ്മൾ പറയും കേരളത്തിലെ എല്ലാ ആക്സിഡന്റും സംഭവിച്ചത് മദ്യപാനം കൊണ്ടാണ് എന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. മദ്യപാനി തൗബ ചെയ്യാൻ തയ്യാറില്ലെങ്കിൽ മദ്യപിച്ച് മരിക്കണമെന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി, ഒരാൾ എങ്ങനെ ജീവിച്ചോ അതിനെ അടിസ്ഥാനപ്പെടുത്തി മരിക്കുമെന്നാണ്. ആക്സിഡന്റ് ഉണ്ടായത് കൊണ്ട് മരിച്ചു എന്നല്ല, മദ്യപിച്ച് വണ്ടി ഓട്ടിയത് കൊണ്ട് മരിച്ചതല്ല, പകരം മദ്യപിച്ച് ജീവിച്ചതുകൊണ്ട് തൗബ ചെയ്യാതെ തുടർന്നതുകൊണ്ട് അവൻ മദ്യപാനിയായി മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ മരിച്ചതാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൂടുതൽ ചെയ്തോ അത് ചെയ്തുകൊണ്ടിരിക്കുക മരിക്കും. സംഗീതം ധാരാളമായി കേൾക്കുന്നവരോട് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സംഗീതം ധാരാളമായി കേട്ടവൻ മരിക്കുമ്പോഴും സംഗീതത്തിലായിരിക്കും. എയർഫോണൊക്കെ ചെവിയിൽ വെച്ച് ഇങ്ങനെ കിടന്നിറങ്ങുമ്പോ രാവിലെ വാതിൽ മുട്ടി നോക്കിയാൽ ആരും വാതിൽ തുറക്കൂല. ചവിട്ടിപ്പൊളിച്ചു നോക്കി ഡോക്ടർ പറയും സൈലന്റ് അറ്റാക്കാണ്. ഇങ്ങനെ നന്നായി ആലോചിച്ചോ,
കൂടുതൽ ചെയ്യുന്ന തെറ്റ് മരിക്കുമ്പോൾ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കബൂലാകുന്ന തൗബക്ക് മുമ്പ് മരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. വെറും 3 കാര്യങ്ങൾ നന്നാവാൻ വേണ്ടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നാവാം. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗമാണ്. അല്ലാഹു എന്ത് തന്നാലും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലാനുള്ള മനസ്സിനെ സൃഷ്ടിക്കുക. അങ്ങനെ സൃഷ്ടിക്കാവൂ. അള്ളാഹ് പറഞ്ഞൊരായത്ത്, അള്ളാഹിന്റെ ഒരു വല്ലാത്ത സ്നേഹം പറഞ്ഞാൽ തീരൂല, സമയം വളരെ പരിമിതമാണ്. ഖുർആനിൽ ഒരു ആയത്ത്, നിങ്ങളൊക്കെ കുറെ കേട്ടൊരായത്ത് ഞാൻ ഉദ്ധരിച്ച് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. അള്ളാഹു തെറ്റ് ചെയ്തവർ അഭിസംബോധന ചെയ്യുന്ന രീതിയുണ്ട്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്താണ് അള്ളാഹുവിന്റെ സംസാരത്തിന്റെ ആ സ്റ്റൈലും നോക്ക്. യാ ഇബാദി, എന്റെ അടിമകളെ. ഇബാദി എന്ന് അള്ളാഹ് വിളിക്കുക നന്നായി സ്നേഹിക്കുന്ന സമയത്ത്. അള്ളാന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയ സമയത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അബ്ദിനെ അള്ളാഹ് രാപ്രയാണം ചെയ്യിച്ചു എന്നാണ്. അള്ളാഹ് സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് അടിമ എന്നുള്ള പേര്. അള്ളാഹ് അടിമ എന്നല്ലേ വിളിച്ചത്. ഇബാദി, എന്റെ അടിമകളെ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിച്ചതാൽ ആരെയാ വിളിക്കുന്നത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അമിതമായി തെറ്റ് ചെയ്തു പോയി എന്റെ അടിമകളെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് റഹ്മത്ത് ചെയ്യൂല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആശ വെടിഞ്ഞു പോകല്ലേ. നിങ്ങൾ നന്നാവൂല എന്ന് ചിന്തിച്ചു തിരിഞ്ഞു പോകല്ലേ. നിങ്ങൾ സ്വർഗത്തിലെത്തൂല എന്ന് ചിന്തിച്ചു തിരിഞ്ഞു പോകല്ലേ. അല്ലാഹു തആല പുറത്തു വരാൻ തയ്യാറാണെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. മറ്റൊരായത്തിൽ ഇങ്ങനെ കാണാം, അല്ലാഹു തആല പരലോകത്തൊരു മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു. വിശാലമായ ആയത്താണ്, ഞാൻ അതിന്റെ അവസാന ഭാഗം മാത്രമേ പറയൂ. അല്ലാഹു തആല കിതാബ് ഇങ്ങനെ കയ്യിൽ തരുന്നൊരു ഘട്ടത്തിൽ എല്ലാവരും ഒന്ന് ചിന്തിക്കും, ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ. പടച്ചോനെ, ഈ കിതാബ് കിട്ടാൻ ഇനിയും കുറെ കാലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് ഖുർആൻ പറയാം, അല്ലാഹ് മനുഷ്യനെ ഒന്ന് പേടിപ്പിച്ചതാണത്. ഖുർആൻ പറയാ, എന്നാലും അല്ലാഹു മനുഷ്യനോട് വല്ലാതെ കരുണയുള്ളവനാ. ഇങ്ങനെയൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിലും റബ്ബ് നിന്നെ കൈവടിയുമെന്ന് നീ ചിന്തിച്ചു പോകല്ലേ. കാരണം അല്ലാഹു മനുഷ്യനോട് വല്ലാതെ കാരുണ്യം കാണിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല. ഈ റബ്ബിനെ ഉൾക്കൊള്ളുക. ഒന്നാമത് പറഞ്ഞത് അല്ലാഹ് എന്ത് തന്നോ അതിൽ സന്തോഷിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഇബ്ലീസിനെ ശത്രുവായി തീരുമാനിക്കുക. ഇബ്ലീസിന്റെ പേര് കേട്ടാൽ ലഅനത്ത് ചെല്ലാൻ നമുക്കൊക്കെ കഴിയും. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കാൻ, റിമോട്ട് നമ്മുടെ കയ്യിലുണ്ട്, TV വെറുതെ ഇരിക്കാൻ, എല്ലാ കേബിളും അതിലുണ്ട്, എല്ലാം കാണാൻ ഓപ്ഷൻ ഉണ്ട്, ആരും വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇബ്ലീസ് പറയും, അതിപ്പോ കണ്ടാപ്പോ എന്താ കുഴപ്പം, എല്ലാവരും കാണുന്നില്ല. അപ്പോൾ കാണണ്ട എന്ന് തീരുമാനിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ഇബ്ലീസിനെ തോൽപ്പിക്കുന്നവനാണ്. മൊബൈൽ ഫോൺ എടുത്തു ഏതോ കുട്ടിയോട് ചാറ്റ് ചെയ്യില്ലയാ. ഇബ്ലീസ് പറയും, അതിനെന്താ കുഴപ്പം, എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പോൾ പറയണം, പറ്റില്ല എന്ന് പറയാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ഇബ്ലീസിന്റെ ശത്രുവാ. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. ഇബ്ലീസിനെ ശത്രുവായി കാണണമെന്ന് പഠിപ്പിച്ചത് ഖുർആനാ. ഇത് ദുനിയാവിൽ തിരികെ തന്നെ വേണം. ഇബ്ലീസ് ഉപദേശിക്കുന്ന സ്റ്റൈലൊക്കെ വളരെ ഉപകാരമുള്ള നല്ല രീതിയിലുമായിരിക്കും, പക്ഷെ അത് അപകടമാണ്. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് കൊടുത്താൽ അപ്പൊ നമുക്ക് തോന്നും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയും, എന്നാ നിസ്കരിച്ച് പോവാലെ. അപ്പൊ ഇബ്ലീസ് പറയും, അല്ല, ജമാഅത്തിറങ്ങാൻ 15 മിനിറ്റ് കൂടി ഇല്ലേ. അപ്പൊ അടുത്ത വായക്കാട് നിന്ന് പോയി എടവണ്ണപ്പാറ കഴിഞ്ഞ് കൊണ്ടോട്ടിക്ക് എത്താനാവൂലേ. അവിടെ അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി മുണ്ടക്കുളത്തൊക്കെ കയറി നിസ്കരിച്ചാൽ പോരെ എന്ന് ചോദിക്കും. നമ്മൾ 15 മിനിറ്റ് കണക്കാക്കി നമ്മളിങ്ങനെ പോവും. അവിടെത്തി പള്ളിയിലേക്ക് കയറുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇബ്ലീസ് പറയും, കൊണ്ടോട്ടിക്ക് എത്തുമ്പോഴേക്ക് ജമാഅത്തൊന്നും കഴിയൂല, അവിടെ ഇക്കാമത്ത് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒന്നുമില്ലെങ്കിൽ 2 പള്ളി അപ്പുറത്ത് പോയിട്ട് നിസ്കരിച്ചാൽ പോരേക്കും. പിന്നെ അങ്ങനെ അവിടെ എത്തുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇബ്ലീസ് പറയും, ഇനിയിപ്പോ എന്തായാലും കുളിച്ച് ഫ്രഷായി വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇപ്പോഴും നല്ല ക്ലാസ്സൊക്കെ കേട്ട് വീട്ടിലെത്തുമ്പോൾ തൗബ ചെയ്യാൻ തീരുമാനിക്കും. തൗബ ചെയ്യാൻ ആഗ്രഹിച്ച് കിടന്നിറങ്ങുന്നതിന് മുമ്പ് എന്തായാലും തൗബ ചെയ്യണമെന്നൊക്കെ കരുതിയാ പോവുക. അവിടെ എത്തുന്ന സമയത്ത് ഇബ്ലീസ് പറയും, നാളെ സുബൈക്ക് പള്ളി പോയിട്ടാണ് തുടങ്ങിയാൽ പോരേക്കും. അതോടെ കഴിഞ്ഞു. ആ തൗബന്റെ ചരിത്രം അതോടെ അവസാനിക്കും. സുബൈ ബാങ്ക് എടുത്ത് ഇങ്ങനെ എണീക്കാൻ നിൽക്കുമ്പോൾ മൂപ്പരാക്ക വീണ്ടും വരും. വന്നിട്ട് പറയും, വെള്ളിയാഴ്ച രാവിലെ നല്ല സ്വലാത്താ, അങ്ങനെ
തുടങ്ങിയാൽ മതിയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചെല്ലാൻ ഇറങ്ങിയാൽ അപ്പോഴും പറയും നാളെ എന്തായാലും ജുമാക്ക് പോണ്ടേ, പോയിട്ടാണ് തുടങ്ങിയാൽ പോലേക്കും. ഇങ്ങനെ നമ്മുടെ തൗബയെ ബന്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവൻ ഇബ്ലീസാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാ അമലും വീക്ഷിക്കുന്നത് 3 ആളുകളാണ്. നമുക്ക് വിജയിക്കാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ചില കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 3 ആളുകൾ നമ്മുടെ അമലിനെ വീക്ഷിക്കുന്നുണ്ട്. ഒന്ന് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ സ്നേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ വല്ലാതെ തുറന്നു തന്നവനാണ് നമ്മുടെ റബ്ബ്. റബ്ബ് നമ്മൾ രക്ഷപ്പെടാനെ കൊതിക്കൂ, നല്ലത് ചെയ്യാനെ കൊതിക്കൂ. രണ്ടാമത് അമല് കാണുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. തുറവ അലയ്യ അമാലുക്കും وإن وجدته خيرا حمدت الله عليه وإن وجدته غير ذلك استغفرت الله لكم. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, നമ്മുടെ അമൽ പോസിറ്റീവായി കണ്ടാൽ, നല്ലത് കണ്ടാൽ അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മുടെ അമൽ മുത്തുനബി കാണും. നല്ലത് കണ്ടാൽ അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷമാണ്, മോശമായത് കണ്ടാലോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാത്ത ഗൗരവമാണ് ആ വാക്ക്. അള്ളാഹുവിന്റെ ഹബീബ് മാപ്പ് ചോദിക്കല്ലോ, എന്നാൽ നമ്മൾ രക്ഷപ്പെടുന്ന ചിന്തിക്കണ്ട. ഹബീബായ നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ഇസ്തിഗ്ഫാർ വേദനയുടെ ഭാഗമായി വരുന്നതാണ്. നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ വേദനിക്കുന്നത് മദീനയിലെ പച്ചക്കുപ്പൊക്കെ താഴെയാണ്. അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുമ്പോ മേക്കപ്പ് ചെയ്തൊരു പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ അതിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോൾ വേദനിക്കുന്നത് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴെയാണ്. 23 വർഷക്കാലം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീന് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്റെ പിൻഗാമിയായ, എന്റെ പിന്തലമുറക്കാരനായ, എന്റെ അനുയായിയായ ഇന്നാലിന്നവൻ ചെയ്തത് ഈ പണിയാണല്ലോ. മുത്തുനബിയാ ചിന്തിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തെറ്റ് ചെയ്താലും മുഅ്മിനിന്റെ തെറ്റിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മദീനയിലെ പച്ചക്കുപ്പക്ക് താഴെയ ആ ഹബീബിനെ വേദനിപ്പിച്ചിട്ട് ദുനിയാവിൽ സന്തോഷിക്കണമെന്നൊരു മുഅ്മിനും ആഗ്രഹിക്കല്ലേ. മൂന്നാമത് അമല് നിരീക്ഷിക്കുന്നവൻ ഇബ്ലീസാൻ. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ നമ്മൾ ചെയ്ത മുഴുവൻ അമലും ശരിക്കൊന്ന് നമ്മൾ പരിശോധിച്ച് പഠിച്ചാൽ കൂടുതൽ നമ്മുടെ അമല് കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടാകുക എല്ലാവരുടേതുമായിരിക്കില്ല. എന്നെ പോലത്തെ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ അമല് കൊണ്ട് കൂടുതൽ സന്തോഷിക്കുക ഇബ്ലീസായിരിക്കും. നമ്മൾ ചെയ്യുന്ന അമൽ ആർക്കാ സന്തോഷം നൽകിയത്? അള്ളാഹുവിനാണോ? അള്ളാഹുവിന്റെ തൃപ്തിക്കാണോ? അതോ ഹബീബായ നബി തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയോ? അതോ ഈ രണ്ടുപേരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇബ്ലീസിനെ സന്തോഷിപ്പിക്കാനാണോ അമൽ ചെയ്തതെന്ന് ആലോചിക്കുക. ഏത് അമൽ ചെയ്യുമ്പോഴും ആരെയാണ് ഞാൻ സന്തോഷിപ്പിക്കുന്നത് എന്നാലോചിക്കാതെ ഒരു അമലിലേക്ക് മുഅ്മിൻ എടുത്തു ചാടാൻ പാടില്ല. ഏത് പണിയെടുക്കുമ്പോഴും ഇതൊന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്ത അമൽ കൊണ്ട് ആരാ സന്തോഷിക്കുക? ഇബ്ലീസിനെയാണ് സന്തോഷിപ്പിക്കുന്നത് എങ്കിൽ നാളെ മഹ്ശറയിൽ ലാസ്റ്റ് ഒരാൾ നരകാവകാശിയാണെന്നുള്ള ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് പറയുന്നൊരു വാക്കുണ്ട്, അലം അൽഹദു ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. പല രൂപത്തിലും വരും മുഅ്മിന്. ഇബ്ലീസ് വരുന്ന കോലം പല കോലത്തിലും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനോട് അള്ളാഹ് ചോദിക്കും, ഞാൻ പണ്ട് പറഞ്ഞെന്നില്ല ഈ ചങ്ങായി നിങ്ങളെ ശത്രുവാണെന്ന്, അന്ന് ഉൾക്കൊള്ളാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഗതികേട് വന്നതെന്ന് റബ്ബ് ചോദിക്കുമെന്ന് സൂറത്ത് യാസീനിലൂടെ പഠിപ്പിച്ചില്ലേ? ആ ഇബ്ലീസിനെ ശത്രുവായി കണ്ടോ? അത് ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും നമ്മുടെ ശത്രുവാ. കിതാബ് ഓതാൻ വേണ്ടി മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കിതാബ് അങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഇബ്ലീസ് പറയും, നാളെ സുബഹിക്ക് ശേഷം ഉറങ്ങണ്ട, രാവിലെ കൊണ്ട് ഓതിയാൽ മതി പറയും. മുത്തല്ലിമീങ്ങളുടെ ഇബ്ലീസ് അങ്ങനെ ഉപദേശിക്കുക. ഇപ്പൊ കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വർത്താനം പറയും. ഇതിങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കിതാബൊക്കെ ഓതി ബിരുദമൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പഠിച്ചോനെ അന്ന് രാത്രി ഞാൻ ഓതിയിരുന്നെങ്കിൽ ഇന്ന് പിന്നെ ആലോചിക്കും. ഇത് ദുന്യാവിലുണ്ടാക്കിയ നഷ്ടമാണ്. ഇൽമിന്റെ മജ്‌ലിസിൽ നിൽക്കുന്ന തൗഫീഖാൻ. ആഖിറത്തിലെത്തുമ്പോൾ ഇതിലേറെ വേദനിക്കേണ്ടി വരിക നമ്മളാ മുഅ്മിനെ.
അന്ന് ഭക്ഷണം ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ 6 വർഷം ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ ചെന്നു. പക്ഷെ ആ വീട്ടിലെ വേലക്കാരിയുടെ മുഖത്തേക്ക് ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട സാലബ തങ്ങൾ നോക്കിയിരുന്നില്ല. എന്നും പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു പോരും. 6 വർഷം കഴിഞ്ഞപ്പോൾ സഈദ് തങ്ങൾക്ക് ഷാമിലേക്ക് ഒരു ബിസിനസ്സിന് പോകണം. അപ്പോൾ സാലബ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഈ വീടിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. എന്റെ മക്കള്, എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പോയി സാലബ തങ്ങളെ ഏറ്റെടുത്തു. ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? കാരണം നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അടുക്കളയിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് പോയി, ഒന്നിനുമല്ല, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ തിരിച്ചറിയാൻ മാത്രം. സാലബ തങ്ങൾക്ക് തോന്നി ശരിയാണല്ലോ. സാലബ തങ്ങൾ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയെന്ന് നോക്കി. ആ പെണ്ണ് പറഞ്ഞു, റബ്ബിനെ പേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞോടി 9 മാസം അതിനുവേണ്ടി തൗബ ചെയ്ത വിശാലമായ ചരിത്രമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ കേവലം ബഹുമാനപ്പെട്ട 6 വർഷം ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാതെ, ഒരു വീട്ടിൽ നിന്നിട്ട് പോലും ഒരു പെണ്ണിന്റെ മുഖം കാണാത്ത സാലബ് റളിയല്ലാഹു അൻഹുവിനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ ഇബ്ലീസ് ഉപയോഗിച്ച ആയുധം നല്ല ഉപദേശമാണെങ്കിൽ, ഇൽമ കുറഞ്ഞ, തഖ്വ കുറഞ്ഞ, ഈമാൻ കുറഞ്ഞ നമ്മുടെ മുമ്പിൽ പല വേഷത്തിലും അവൻ വരും. അവനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളെ റബ്ബ് ചോദിക്കും, അലം മൗഹദിയിലേക്കും, യാ ബനി ആദമ അല്ലാ തഅബ്ദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. ഇത് തിരിച്ചറിഞ്ഞവരായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാധനം വറല്ലാഹു മർക്കദ. ജീവിതത്തിൽ ചെറിയൊരു കറാഹത്തിനെ വിട്ട് പോലും സൂക്ഷിച്ച മഹാൻ. അത് ഇബ്ലീസിനെ തോൽപ്പിക്കാനുള്ള മനസ്സിന്റെ അനന്തരഫലമാണ്. അള്ളാഹു അവരുടെ ഉഖ്റവിയായ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ജീവിച്ചാൽ ഇബ്ലീസിനെ തോൽപ്പിക്കുന്നവന് റബ്ബുമായി വലിയ ബന്ധമായിരിക്കും. ഇബ്ലീസിനെ തോൽപ്പിക്കുന്നവന് പിന്നെ റബ്ബിലേക്ക് അടുക്കാൻ വേറെ ഹിൻഡ്രൻസ് ഒന്നുമില്ല, തടസ്സമൊന്നുമില്ല. അവന് നേരെ റബ്ബിലേക്ക് പോയാൽ മതി. അവിടെയാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വിജയിച്ചത്. പിന്നീട് കണ്ണിയത്ത് ഉസ്താദും റബ്ബുമായുള്ള സംസാരത്തിന്റെ സ്റ്റൈലിൽ വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാക്കിയതും അതുകൊണ്ട. ഞാൻ കുറച്ച് ദിവസം മുമ്പ് എനിക്കങ്ങനെ വാഴക്കാട് ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു കാരണവർ എന്നോട് പറഞ്ഞു, എനിക്ക് കണ്ണിയത്തുസ്താവുമായി ബന്ധപ്പെട്ടൊരു അനുഭവം ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടേ കണ്ണിയത്തുസ്താവ് വന്നിരുന്നു എന്ന ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനുഭവിച്ചൊരു സഹോദരൻ പറഞ്ഞു, കണ്ണിയത്തുസ്താദ് ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാത്ത സമയത്ത് കൊണ്ടുവന്നു സമീപത്താൻ പുളിക്കല വലിയ പറമ്പിലേക്ക്. കണ്ണിയത്തുസ്താദിനോട് പറഞ്ഞില്ല എന്തിനാ കൊണ്ടുവരുന്നത്, ദുആ ചെയ്യാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്തിനാ ദുആ എന്ന് പറഞ്ഞിരുന്നില്ല. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി. കണ്ണിയത്തുസ്താദ് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ചു, എന്തിനാപ്പം ഞാൻ വന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ മഴയില്ല, ദുആ ചെയ്യണമെന്ന്. ഇത് കേട്ട സാക്ഷി എന്നോട് പറഞ്ഞ ഇന്നും വലിയ പറമ്പ് കച്ചവടം നടത്തുന്ന ഒരു സഹോദരനാണ്. കണ്ണീസ എങ്ങനെ അയാളെ വീട്ടിൽ നിന്ന് ദുആ ചെയ്ത്. കണ്ണീസ എങ്ങനെ ദുആ ചെയ്ത്, പടച്ചോനെ ഒരിങ്ക് തിന്നും ചെയ്തു, ഞാൻ തിന്നും ചെയ്തു, പടച്ചോനെ ഇന്നൊരു ആവശ്യം മഴയാണ്, അത് ഈ കൊടുക്കട്ടോ. അതാ കണ്ണീസ പറഞ്ഞു. എന്താണ് അവക്ക് റബ്ബുമായുള്ള ബന്ധമാണ്. ഇബ്ലീസിനെ തോൽപ്പിച്ചപ്പോൾ റബ്ബ് കൊടുത്ത വിജയമാണ്. കണ്ണീസ അത്ര പറഞ്ഞു, പടച്ചോനെ ഓല് എനിക്ക് തിന്നും ചെയ്തു, ഞാനാണെങ്കിൽ തിന്നും ചെയ്തു, ഇനിയൊരു ആവശ്യം മഴയാണല്ലോ, അത് ഈ കൊടുക്കണട്ടോ. അന്നവിടെ മഴ പെയ്തു. ഇവരാണ് കണ്ണിയത്ത് സാധനം വറല്ലാഹു മർക്കദ. അവർ നിന്ന വഴിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവർ വളർത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങളുമായി വന്നാലും, പുതിയ നഗരങ്ങളും ആണ്ടു നേർച്ചകളും കഴിക്കാനും ആര് വന്നാലും, കണ്ണിയത്ത് ഉസ്താദ് നിന്ന വഴി ഇതുതന്നെയാണ്. മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, മുഅ്മിനീങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ, ആഖിറം രക്ഷപ്പെടുന്നവരാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഭാരവി തങ്ങളും ബഹുമാനപ്പെട്ട പലി ഉസ്താദും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും നാട്ടിക മൂസ മുസ്ലിയാരും പാണക്കാട്ട് അഹ്ലു ബൈത്തും ബാഫകിത്തങ്ങൾ കുടുംബവും എല്ലാവരും ഒന്നിച്ചു നിന്നത് ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പമാണ്. അവരൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചുരുങ്ങിയ സമയമെന്നല്ല, ജീവിതത്തിന് മുൻ സമയം സമസ്തയ്ക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും സമസ്തയ്ക്ക് വേണ്ടി, SYSന് വേണ്ടി, SKSFന് വേണ്ടി മാറ്റിവെക്കണം. അത് അവരോടൊപ്പം മഹ്ശറയിൽ ഒരുമിച്ച് കൂടാൻ കാരണമായി തീരും. മൻ അഹബ്ബ ഖൗമഹു യഹ്ശറു മഅഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഏത് സമൂഹത്തെ ഇഷ്ടപ്പെട്ടോ അവരോടൊപ്പമാണ് മഹ്ശറയിൽ
കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ബാഅലവി തങ്ങളുടെ ബഹുമാനപ്പെട്ട കാളമ്പാട് ഉസ്താദിന്റെ പാറന്നൂർ ഉസ്താദിന്റെ അല്ലാഹുവിന്റെ ഔലിയായിന്റെ ആലിമീങ്ങളുടെ സൂഫിവരുടെ കൂടെ മഹ്ശറയിൽ നിൽക്കാൻ അവരോടൊപ്പം അവർ മരിച്ച പോലെ ആഖിബത്ത് നന്നായി മരിക്കാൻ ഔലിയാ നിശ്ചയിച്ച സംവിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അവര് വളർത്തിയ പ്രസ്ഥാനമാണ് SKFSF. ഇതിന്റെ കൂടെ നിൽക്കണം മുഅ്മിനെ. നമ്മുടെ ആയുസ്, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം അല്ലാഹു തന്നതൊക്കെയുണ്ടോ അതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി അഥവാ ഹക്കായ ദീനിന്റെ യഥാർത്ഥ പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെലവഴിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി നീ സ്വീകരിക്കണേ റബ്ബ്. അല്ലാഹുവേ, യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരോടൊപ്പം ഞങ്ങൾക്ക് ഹിസാബില്ലാതെ സ്വർഗം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊന്നും കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ സൂക്ഷിച്ചപ്പോൾ സൂക്ഷ്മതയോടെ ജീവിക്കാത്തവരും അവരൊക്കെ ബഹുമാനപ്പെട്ട ഹക്കായ ദീനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പോലെ അത്ര ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാത്തവരുമാണെങ്കിലും അല്ലാഹുവേ, ഞങ്ങൾ അതിനൊക്കെ സ്നേഹിക്കുന്നവരാണ്, സമസ്തയെ സ്നേഹിക്കുന്നവരാണ്, സമസ്തയുടെ പോഷക വിഭാഗങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഔലിയാ സ്നേഹിച്ച പ്രസ്ഥാനമായതുകൊണ്ട് ഞങ്ങളും അതിന്റെ പിന്നില. റബ്ബേ, മഹ്ശറയിലും ഞങ്ങൾ അവരെ കൂടെ നിർത്തണേ അല്ലാഹ്. ഔലിയാഇന്റെ കൂടെ നിർത്തണേ റബ്ബേ. അല്ലാഹുവേ, അവരെ അഅദാഇകൾ ഇന്ന് സമസ്തയുടെ പല പള്ളികളിലും മദ്രസകളിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ അവരെ പരാജയപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, സമസ്തയുടെ അഅദാഇനെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഹിദായത്തിന്റെ ബോധം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ സാധുക്കളാ, ഇന്നതിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോ നേതൃത്വമോ അല്ല ഞങ്ങളെ പ്രസ്ഥാനം. അല്ലാഹുവേ, കയ്യിലുള്ളത് ദീനിനെ കുറിച്ച് സമസ്തയെ വളർത്താൻ, ദീനിനെ വളർത്താൻ പരിശ്രമിക്കുന്ന ഉലമാവും അമറാവുമാണ്. അല്ലാഹുവേ, നീ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാഹ്. പള്ളികൾ പിടിച്ചെടുക്കാൻ അല്ലാഹു, ഞങ്ങൾ പൂർവ്വപിതാക്കൾ നല്ല നീയത്തോടെ വർക്ക് ചെയ്ത മദ്രസകൾക്ക് ചുമര് വെക്കാൻ വരുന്നവരെ നീ ആട്ടി ഓടിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ പേരിൽ കളവ് പറഞ്ഞ് കുപ്രചാരണം നടത്തി ഹബീബായ നബി തങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഇവിടെ ദീനിന്റെ അഹ്ലുകാരാണ് പറയുന്നവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. ഹക്കിന്റെ അഹ്ലുകാരെ എന്നും വിജയിപ്പിക്കണേ അല്ലാഹ്. സമസ്തയുടെ ഉലമാഇന് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ജബ്ബാറാജി ഉൾപ്പെടെ പല ആളുകളും ഇതിനുവേണ്ടി കാര്യമായി പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ നിലനിൽപ്പിന് വേണ്ടി ഇതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ പൊരുത്തപ്പെട്ട ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ദീർഘകാല ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകണേ റബ്ബ്. അല്ലാഹു, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന വളണ്ടിയർമാരുണ്ട്, SKFSFന്റെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രവർത്തകരുണ്ട് അല്ലാഹ്. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. ാല സമ്മേളനം നീ വൻ വിജയമാക്കണേ അല്ലാഹ്. കേരളത്തിലെ ദീനീ വളർച്ചയുടെ ഒരു പ്രധാന നിമിത്തമാക്കണേ റബ്ബ്. അല്ലാഹുവേ, സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പലരും ഇന്ന് രോഗികളാ. നീ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ റബ്ബ്, ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സമസ്തയുടെ മുഴുവൻ ഖാദിമീങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ജീവിതത്തിലൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അഅദാഇനൊക്കെ ഹിദായത്തിന്റെ ബോധം കൊടുക്കണേ അല്ലാഹ്. ഹിദായത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ മേൽ അവർക്ക് അധികാരം കൊടുക്കല്ലേ അല്ലാഹ്. അവരെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നീ